കഴിഞ്ഞ ദിവസം അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉള്ളൊരു കുട്ടി വന്നു കേട്ടോ. അപ്പോൾ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ 150/90 കുറച്ച് കൂടുതലാണ്. കുട്ടിക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർ അവരെ രക്ഷിതാക്കൾ എന്നോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, ഈ കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ വരുമോ? തീർച്ചയായിട്ടും കുട്ടികൾക്ക് ബ്ലഡ് പ്രഷർ വരും. നമുക്കറിയാം 2 തരം ബ്ലഡ് പ്രഷറുണ്ട്. എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനുണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുണ്ട്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നാൽ മറ്റ് രോഗങ്ങൾ കൊണ്ട് ബ്ലഡ് പ്രഷർ കൂടുന്നത്, കിഡ്നി രോഗങ്ങൾ, അങ്ങനത്തെ ഒരുപാട് രോഗങ്ങളുണ്ട്. ഫിയോക്രോമോസൈറ്റോമ അതുകൊണ്ട് വരുന്നതുണ്ടാകും. പക്ഷേ ഈ കുട്ടിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കുട്ടിക്ക് സാധാരണ എസെൻഷ്യൽ പ്രായമായിട്ട് വരുന്ന എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് വന്നത് എന്നുള്ളതാണ്. കാരണം കുട്ടിയുടെ അമിതവണ്ണം അത്രക്കുണ്ട്. അമിതവണ്ണമുള്ള കുട്ടികൾക്ക് നമ്മുടെ ശരീരം സെൻസ് ചെയ്യുന്നത്, അവർ ചിലപ്പോൾ ഒരു 10 വയസ്സാണെങ്കിലും ശരീരം സെൻസ് ചെയ്യുന്നത് ഒരു 60-65 വയസ്സായിട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ബ്ലഡ് പ്രഷറും മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഏർലി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത ഈ കുട്ടികളിലുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഇന്ന് പ്രത്യേകിച്ച് വലിയ വ്യായാമമൊന്നും ചെയ്യാതെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും നമ്മൾ മുതിർന്നവർ ചിലപ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാലും കുട്ടികൾക്ക് ഒരുപാട് ജങ്ക് ഫുഡ്സും ഈ റിഫൈൻഡ് ഫുഡുകളുമൊക്കെ കൊടുക്കുന്നൊരു സാഹചര്യമുള്ളത്. ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ മുതിർന്നവർ ചിലപ്പോൾ ഹെൽത്തി സജസ്റ്റ് ചെയ്യും, ഇവർക്കത് കഴിപ്പിക്കും. അങ്ങനത്തെ ശീലം ഉണ്ടാവരുത്. കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഡെവലപ്ഡായി തുടങ്ങും. അത് അടിച്ചമർത്തണമെങ്കിൽ നമ്മൾ ആ കുട്ടിക്കാലത്തെ ഇത് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ചോദിച്ചു, എനിക്ക് പ്രസവ സമയത്ത് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു ഡോക്ടറെ, ആ ബ്ലഡ് പ്രഷർ ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നത്. ഞാൻ പറഞ്ഞു, അതല്ല, ബ്ലഡ് പ്രഷർ ചില സ്ത്രീകൾക്ക് ബ്ലഡ് പ്രഷർ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവും. എക്ലാംസിയ, പ്രീ എക്ലാംസിയ എന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് പ്രഷർ ഈ പ്രസവ സമയത്ത് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നതുകൊണ്ട് ആ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടും കുറച്ച് ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അത് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുക. ചുരുക്കി പറഞ്ഞാൽ ഈ ബ്ലഡ് പ്രഷർ കൂടുക എന്നുള്ളത് അഡൾട്ടിലും മുതിർന്നവരിലും മാത്രം കാണുന്ന പ്രശ്നമല്ല, കുട്ടികളിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ.